ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പം, നമ്മുടെ യുവത്വം നമുക്ക് എന്നും നിലനിർത്തണം അല്ലേ. നമുക്ക് എന്നും ചെറുപ്പക്കാരനായിട്ട് നിൽക്കണം എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സുകൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പം നിലനിർത്താൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹമുണ്ട്. പക്ഷെ ആരെക്കൊണ്ടും അത് അത്രയ്ക്കും ഹാർഡ് വർക്ക് എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ആ ഓളത്തിനനുസരിച്ച് പോകട്ടെ എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വയസ്സ് കൂടുന്നതിനേക്കാളും നമ്മളെ പ്രശ്നം എന്താ, മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ട് പറയണേ, എനിക്ക് നല്ല നീ നല്ല തടി വെച്ചല്ലോ, നീ എന്താ ഇങ്ങനെ ആകെ ആവശ്യമായിരിക്കുന്നു, എന്തെങ്കിലും സങ്കടമുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിക്ക് ഒരു പ്രയാസം വരില്ല. അത് ആ പ്രയാസങ്ങളൊക്കെ എന്താ, നമ്മൾ തന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു വെക്കുന്ന ഓരോ പ്രശ്നം കാരണമാണ് നമ്മളെ ഈ സ്കിന്നിനായാലും മുഖത്തിനായാലും നമ്മുടെ ശരീരത്തിനായാലും പ്രായം തോന്നിക്കാനുള്ള കാരണം നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റം വരുത്താൻ, നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ നമ്മൾ റെഡി ആവണം. അതിന് നമ്മളെ മനസ്സിനെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മാറാൻ തയ്യാറാവണം, സ്വയം മാറാൻ തയ്യാറാവണം. നമ്മൾ ഇപ്പോഴത്തെ ആ ലൈഫ് സ്റ്റൈലിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഡെയിലി ജീവിതം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. നമ്മൾ മാറാൻ തയ്യാറാണ്. അതിനുള്ള ഉറച്ച തീരുമാനം മനസ്സിലെടുക്കണം കേട്ടോ. നമ്മളെ പല ഇഷ്ടങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും കേട്ടോ. നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ 3 പോയിന്റ്സ് പറയാം. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്കും ആകാം സുന്ദരന്മാരും സുന്ദരികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഈ ചെറുപ്പം? ഈ ചെറുപ്പം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചെറുപ്പം നിലനിർത്തുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മുഖത്ത് എപ്പോഴും നല്ല പ്രസരിപ്പിക്കുന്നത്, നല്ലൊരു ഊർജ്ജമല്ല, നല്ലൊരു ഉന്മേഷം, ഉണർവും. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം തോന്നും മനസ്സിലില്ല. ഒരു വയ്യായികയോ പ്രശ്നങ്ങളോ ഒന്നും അവരുടെ ബോഡിയെ അലട്ടുന്നുണ്ടാവില്ല. നല്ല ഫിറ്റിംഗ് ആയ ബോഡിയല്ലേ. അവരുടെ ലൈഫ് സ്റ്റൈലിനെ വേറെ മാറ്റുക. ഏത് ഡ്രസ്സ് ഇട്ടാലും അവർക്ക് ചേർച്ചേക്കാറല്ലേ. നമ്മളിത് പലരും അല്ലേ തടി കൂടുന്ന കാരണം നമുക്ക് എന്താ ചെയ്യുക, പല ഡ്രസ്സ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ നമ്മൾ വേണ്ട വെക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നുണ്ടല്ലേ. പല ടൈമിൽ നമ്മൾ ഡയറ്റ് എടുത്തോട്ടും ഒക്കെ നമുക്ക് പല ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കട്ടെ. പക്ഷെ അതൊരു കറക്റ്റ് റിസൾട്ട് നമുക്ക് വരില്ല. അപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടാനും നമുക്ക് എന്നും സുന്ദരന്മാരായി നിലനിൽക്കാനും വേണ്ടിയിട്ട് ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളെ ഡെയിലി ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതിട്ടാം. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്ന് പറയുന്നത്, നമ്മളെ ഭക്ഷണ രീതി, നമ്മളെ ആഹാര രീതിയിൽ നമ്മൾ നല്ലവണ്ണം കൺട്രോൾ ചെയ്യണം കേട്ടോ. നമ്മൾ വാരി വലിച്ച് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കല്ല വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഡെയിലി ഇറച്ചി, ഡെയിലി മീൻ, കോഴിമുട്ട, അങ്ങനത്തെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഓയിലി ഫുഡ്, ഷുഗർ, മൈദ, ഉപ്പ്, ഇങ്ങനെ ഒരുപാട് ബേക്കറികൾ, ഇങ്ങനെ വെറുതെ TV കാണുമ്പോഴും മൊബൈൽ കാണുമ്പോഴൊക്കെ ചുമ്മാ ഇങ്ങനെ ബേക്കറി കഴിക്കണവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഓരോരോ ദുശ്ശീലങ്ങളാണ്. അതൊക്കെ എന്താ ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, റീൽസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുണ്ട്. മമ്മൂട്ടിനോട് ചോദിക്കുന്നുണ്ട് ഒരു ആങ്കർ, എന്താണ് നിങ്ങളുടെ ഈ യുവത്വത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടി പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷേ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കാൻ പാടില്ല എന്നാണ് അതിൽ മമ്മൂട്ടി പറയുന്നത് അല്ലേ. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എബോവ് 70 ഇയറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ്. എന്നാലും ഇപ്പോഴും നല്ല ഊർജ്ജത്തോടെ ജീവിക്കുന്ന ഒരാളാണ് അല്ലേ. നല്ല യുവത്വം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരാളാണ്. അതൊക്കെ കറക്റ്റ് ആ ഒരു ജീവിത ശൈലിയിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ നമുക്ക് ആവാവുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം. പിന്നെ ചിലരുടെ ബോഡി ഷേപ്പ്, അതേപോലെ ചിലരുടെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ജന്മലാല എന്തേക്കാരം അവർക്ക് കിട്ടിയൊരു അനുഗ്രഹിക്കാരം. ചിലർക്ക് പ്രായം തോന്നിക്കൂല, എത്ര ഭക്ഷണം കഴിച്ചാലും തടിക്കൂല, ചർമ്മത്തിന് പ്രായം തോന്നിക്കൂല, ചുളി വരില്ല. അങ്ങനത്തെ അത് അപൂർവം, ഒരുപാടൊന്നുമില്ല. 90% ഫുഡ് കഴിക്കുന്നതനുസരിച്ച് തടി വീർത്ത് വരുന്നവരും ആരോഗ്യം ക്ഷയിക്കുന്നവരൊക്കെ തന്നെയാണ്. ഒരു 10% എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇട്ടാ. അവർക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കണ്ടുകിടാം, വാരി വലിച്ച് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടാവില്ല. പല ഐറ്റം ഫുഡുകളാണല്ലോ ഇപ്പോഴത്തെ കല്യാണ വീട്ടിലൊക്കെ അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ 1-2 ഐറ്റം ഉണ്ടാവുള്ളൂ, അപ്പോൾ ആവശ്യം കഴിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, പല ഐറ്റങ്ങളും, പല ഇറച്ചികളുടെ ഐറ്റങ്ങൾ, മീനുകളുടെ ഐറ്റങ്ങൾ, പിന്നെ ഫുഡ് സലാഡുകൾ, റൈസുകൾ, അങ്ങനെ പല ഐറ്റം നമ്മളെല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്യൂല. എല്ലാതും വാരി വലിച്ച് ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളെല്ലാതും വാരി വലിച്ച് കഴിക്കില്ല. പക്ഷെ അത് ഒരിക്കലും ഒരുപാട് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സംഭവം. കാരണം അതിൽ ഓപ്പോസിറ്റീവ് ഫുഡ് വരുന്നുണ്ട് അല്ലേ. ഓപ്പോസിറ്റീവ് ഫുഡുകൾ തമ്മിൽ കഴിക്കാൻ പാടില്ല. അതൊക്കെ അതിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കണം. അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. നമുക്ക് 1-2 ഐറ്റം എടുത്തിട്ട് കുറച്ച് മാത്രം നമ്മൾ കഴിക്കട്ടോ. വെറുതെ കിട്ടണമെന്ന് വെച്ചിട്ട് നമ്മളെ വയറിനെ
പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വയറിന് മാത്രമല്ല ബാധിക്കണുള്ളൂ എന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ട്. വയറല്ല വീർത്ത് വരുന്നുള്ളൂ, അത് കുറക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു മുൻകരുതലോടെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ വയറിനെ മാത്രമല്ല നമ്മളെ ഫുൾ ബോഡിയെ എഫക്റ്റ് ചെയ്യും, നമ്മളെ ആരോഗ്യത്തെയും എല്ലാറ്റിനും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തെയും ഇത്, പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിനൊക്കെ. ഇപ്പോൾ നമ്മൾ ചെറുപ്പം നിലനിർത്താന്നാണ് നമ്മൾ ടോപ്പിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിനെ വരെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അപ്പോൾ കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞു ഒരുപാട് വെള്ളം കുടിക്കുന്നതിനെ പറ്റി. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ മാക്സിമം കുടിക്കാൻ ട്രൈ ചെയ്യുക. ഈ വെള്ളം കൂടുതലുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട്, ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അധികം വേവിക്കാതെ സലാഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ട് അത്രയും നന്നിട്ട് അതിൽ കൂടുതൽ എന്താ പറയുക ഗുണം ഉണ്ടാവും ആ കഴിക്കുന്നതിൽ കേട്ടോ. വേവിച്ച് കഴിക്കണ കടയിൽ വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ട് അങ്ങനെ കഴിക്കട്ടോ. പിന്നെ ഈ ഒരുപാട് ഇറച്ചികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം ഒഴിവാക്കട്ടെ. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡല്ല, ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയല്ല, നമ്മൾ സമൂഹത്തിൽ ലൈഫ് സ്റ്റൈലിന് ആകെ മാറിയിട്ടുണ്ട്. ഫുള്ള് ഫാസ്റ്റ് ഫുഡായിട്ട് അതിൻ്റെതായ അസുഖങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ടല്ലോ, ക്യാൻസർ കാര്യങ്ങൾ അതുപോലത്തെ രോഗങ്ങളൊക്കെ ഒരുപാട് കയറി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം കൊണ്ടാണ് ഇതൊക്കെ കൂടുതലായി ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓയിലി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതേപോലെ ബേക്കറി, ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത്, ടി വി കാണുന്ന സമയത്ത്, മൊബൈൽ കാണുന്ന സമയത്തൊക്കെ ബേക്കറി ഒരു പാത്രത്തോടെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് വെറുതെ ഒന്നല്ല രണ്ടല്ല എന്ന് പറയുന്നത് ഇങ്ങനെ കഴിക്കുന്നത് ഫുൾ നമ്മുടെ ശരീരത്തിലേക്കാണ് കയറുന്നത്. അത് എന്താണ് ഒരുപാട് മധുരമുണ്ട് ആ ബേക്കറിയിൽ, പഞ്ചസാര ഒരുപാട് ചേർത്തിട്ടുണ്ടാവും. അതേപോലെ ഓയിലിൽ പൊരിച്ചെടുത്തേക്കാറ്, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓയിലിൽ പൊരിച്ചെടുത്ത ഫുഡ് കഴിക്കാറ്, അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു വിഷമാണ് നമ്മളിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക്. അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ശരീരത്തിനെയും അതേപോലെ നമ്മുടെ ആരോഗ്യത്തെയും ഇത് ബാധിക്കട്ടെ. ഒരുപാട് അസുഖങ്ങൾ നമുക്ക് നേരത്തെ കാലത്ത് കയറി വരും നമ്മുടെ ശരീരത്തിലേക്ക് കേട്ടോ. നമുക്കിപ്പോൾ ഒരു 30-40 ഒക്കെ ആയിട്ട് നമുക്ക് അസുഖം വരാനുള്ള ഒരു സ്റ്റെപ്പൊന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ആ സമയത്തില്ല. പക്ഷെ നമ്മളായിട്ട് എന്താ ചെയ്യണേ, നമ്മളെ ഭക്ഷണ രീതി കൊണ്ട് നമ്മൾ കയറ്റിക്കൊണ്ട് വരും നമ്മുടെ ശരീരത്തിലേക്ക്. ആ സമയത്ത് നേരത്തെ കാലത്ത് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങളെ വിളിച്ചു വരുത്തുക കേട്ടോ. ഇപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, ഇങ്ങനെ ഇമ്മാതിരിയുള്ള എല്ലാ അസുഖങ്ങളെയും നമ്മൾ വിളിച്ചു വരുത്തുക നമ്മുടെ ശരീരത്തിലേക്ക് കേട്ടോ. നമ്മളെ ഭക്ഷണ രീതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതൊക്കെ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആവശ്യത്തിന് കഴിക്കുക, എല്ലതും കഴിക്കണം, പക്ഷെ കുറച്ച് ആവശ്യത്തിന് അളവിൽ കൂടരുത്. അളവിൽ കൂടാതെ ഒരു പ്ലേറ്റ് നിറയെ ചോറൊക്കെ അങ്ങനെയല്ല. ചോറ് നമ്മളെ ഭക്ഷണ രീതിയും നമ്മളെ തടി കൂട്ടും, പ്രായം കൂട്ടും, അസുഖം കൂട്ടും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ, ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. ഈ ഐസ്ക്രീമിലൊക്കെ എത്രത്തോളം ഷുഗർ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ അല്ലേ. കൂടുതലായിട്ട് മധുരത്തിന് കാരണം തന്നെ ആ ഷുഗറാണല്ലോ. അത്രയും ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ബേക്കറി, ഐസ്ക്രീം, മിഠായികൾ, ചോക്ലേറ്റ്സുകളൊക്കെ നമ്മൾ വീട്ടിൽ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്വഭാവം നമ്മൾ നിർത്തിവെക്കുക. മാക്സിമം ഒഴിവാക്കുക. കഴിക്കണം, പക്ഷേ എപ്പോഴെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കൊണ്ട് ഒരു നമ്മുടെ ഇഷ്ടത്തിന് അല്ല, പറ്റ ഒഴിവാക്കുക എന്നല്ല പറയുന്നത്. കുറച്ചൊക്കെ നമ്മൾ കൊണ്ടു വെക്കുക, കുറച്ചൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കട്ടെ. ഒരുപാട് കൊടുന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കഴിക്കൂല, അങ്ങനെ കൊടുന്ന് വെക്കരുത്. അതിന് തന്നെ അത് ഷോപ്പിങ്ങിൻ്റെ സമയത്ത് അത് മാക്സിമം ഒഴിവാക്കുക. 1-2 മാത്രം ബേക്കറികൾ എന്തെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ കുറച്ച് വാങ്ങിച്ചിട്ട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുക. അത് എപ്പോഴെങ്കിലൊക്കെ ഒരു ചായക്ക് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വ്യായാമം, എക്സസൈസ്. എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല. ഈ പറഞ്ഞ എനിക്ക് വരെ മടിയുള്ള കാര്യം കേട്ടോ. പക്ഷെ ഞാനിപ്പോഴൊക്കെ അത് പരിശീലിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല, നാളെ മറ്റന്നാൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ ആയാലും വേണം, എങ്ങനെയെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടി ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിനുണ്ട് കേട്ടോ. കാരണം പല വേദനകളും നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കാലുവേദന, മുട്ടുവേദന, കൈവേദന, നടുവേദന, പുറം വേദന, അങ്ങനെ പല വേദനകളും നമുക്ക് കടന്നു കയറി വരുന്നൊരു സ്റ്റേജാണ് ഒരു ആഫ്റ്റർ 30-40 ഇയർ ഒക്കെ ആകുന്ന സമയത്തിൽ. ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമൊക്കെ എന്താ ചെയ്യുക, പല വേദനകളും കയറി വരുന്ന ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാ വേദനകൾക്കും ഒരു പരിഹാരമാണ് എന്ത് ഈ ഒരു എക്സസൈസ് എന്ന സംഭവം. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനും ഡെയിലി നമ്മൾ ചെയ്യാനും നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ വിജയട്ട. അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും, മിനിമം ഒരു 20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ബോഡി എക്സസൈസ്, ചെറിയ നമ്മളെല്ലാ ജോയിൻറ്റുകളും ഇളക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ കഴിയുകയാണെങ്കിൽ മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് നമ്മൾ ഒരിക്കലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുക. മാക്സിമം മോർണിംഗ് തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും മോർണിംഗിൽ എക്സസൈസ് ചെയ്യാന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. കാരണം രാവിലെ നമുക്ക് കിച്ചൺ കയറാനല്ല, മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കാനും വീട്ടിലെ കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് രാവിലെ 6 മണി തൊട്ട് കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ എക്സസൈസ് ചെയ്യും എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ എക്സസൈസ് ഒക്കെ മുടങ്ങി പോകാറാണ് സാധാരണ അല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 4 മണിക്കോ 5 മണിക്കൊക്കെ എണീറ്റിട്ട് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ എണീക്കാൻ കഴിയുന്നവർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾക്കൊക്കെ പോയി
പോയി ഉച്ചക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കി ഒരു 11-12 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയം വരുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കുളിക്കാനൊക്കെ എല്ലാ ജോലികളും തീർത്ത് നമ്മൾ കുളിക്കാനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യട്ടെ. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒരിക്കലും നിർത്തി വെക്കരുത്, മടി പിടിക്കരുത്. കാര്യത്തിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. മടിയുള്ള ദിവസം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ദിവസമൊക്കെ ആകുമ്പോൾ ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പല എക്സസൈസും കിടന്ന് കണ്ടൊക്കെ ഉണ്ടാവില്ല, ആ കിടന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ നിന്ന് കണ്ടൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യട്ടെ. ഇരുന്ന് കണ്ട് ചെയ്യുക, ബെഡ് നിന്ന് കണ്ട് എങ്ങനെയെങ്കിലും ആ എക്സസൈസ് എന്ന സംഭവം നമുക്ക് ഒരു ഡെയിലി റുട്ടീനായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ. കാരണം ഇത് ചെറുപ്പം നിലനിർത്താനും തടി കുറക്കാനും മാത്രമല്ല, എന്താണ് നമ്മളെ ആരോഗ്യം നിലനിർത്താനും ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. നമുക്ക് ഇപ്പം നമ്മളെ ഉപ്പമാർക്ക് കുറേ കഴിയണ കാലുവേദന, കാലുകൊണ്ട് വയ്യ, മുട്ടുവേദന, സ്റ്റെപ്പ് കയറാൻ പല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വരും. അപ്പോൾ അത് വരാതിരിക്കാനുള്ളൊരു മുൻകരുതലാണ് ഈ എക്സസൈസ്. നമുക്ക് ഒരുപാട് മരുന്നുകളിൽ നിന്നൊക്കെ മോചനം തരട്ടെ. ഈ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനസിക സംഘർഷം എന്ന് വെച്ചാൽ ടെൻഷൻ. ഈ ടെൻഷൻ ചിലർ കണ്ടിട്ടില്ലേ, ചുമ്മാ ഒരു കാര്യമില്ലാതെ വെറുതെ ടെൻഷൻ അടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കണം. ഇനിയിപ്പോൾ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. എല്ലാവരുടെ ജീവിതത്തിലും എത്ര സന്തോഷമുള്ള ജീവിതമാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. ചെറിയ ടെൻഷനും വലിയ ടെൻഷനൊക്കെ ഉണ്ടാവും. ചിലരെന്താ ചെറിയ ടെൻഷൻ വരെ വലിയ മഹാസംഭവമായിട്ട് കൊണ്ടെടുക്കില്ല. ചിലർ ഇനിയിപ്പോൾ വലിയ പ്രശ്നം വന്നാലും ഒന്ന് നോർമൈൻഡാക്കി വിടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, എന്തൊരു പ്രശ്നം ടെൻഷൻ നമുക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ, ടെൻഷൻ ഉണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ സംഭവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് കൂടുതൽ ടൈം നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും, ഒന്നുകിൽ പരിഹാരം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാം. പക്ഷെ നമ്മൾ മനസ്സിൽ നിന്നത് ഒഴിവാക്കി കളയട്ടോ. ഈ ടെൻഷൻ കൂടുതലുണ്ടായാൽ അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലുണ്ട്. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഭക്ഷണത്തിൻ്റേത്, വ്യായാമത്തിൻ്റെ, അതിനെക്കാട്ടൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു പ്രശ്നമാണ് ഈ ടെൻഷൻ എന്നുള്ളത്. പെട്ടെന്ന് അസുഖം ശരീരത്തിലേക്ക് കയറി വരും കേട്ടോ. ഷുഗർ, കൊളസ്ട്രോൾമാരുള്ള ഈ എന്താ പറയുക VIP അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഈ ടെൻഷൻ കൊണ്ട് നടന്നാൽ. അതേപോലെ തലമുടി നരച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ, നമ്മൾ ചെറുപ്പം പോയിട്ട് വയസ്സനായി പോകില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ടെൻഷൻ കുറയ്ക്കാനുള്ള കുറച്ചൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് എന്താ ചെയ്യുക, ഒന്നുകിൽ യാത്രകൾ പോവുക. നമുക്ക് ടെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരായ ടെൻഷൻ ഉണ്ടാകും, അതൊക്കെ സാധാരണ നോർമലാണ്, അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാം. ഇനി വിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ നമ്മൾ മൈൻഡിലേക്ക് കയറ്റാതിരിക്കാനുള്ള ഏറ്റവും വഴിയാണ് നല്ല വഴിയാണ് യാത്രകൾ പോകുക. യാത്രകൾ പോകാനുള്ള സന്ദർഭ സാഹചര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാക്സിമം പോകുക, അത് മാക്സിമം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, കുട്ടികളുടെ കൂടെ കളിക്കാനിരിക്കുക. നമ്മളെ മക്കളുടെ കൂടെ, അല്ലെങ്കിൽ പുറത്തുള്ള മക്കളുടെ കൂടെ, വീട്ടിലുള്ള മക്കളുടെ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഗെയിംസിലും കാര്യങ്ങളും, ഇപ്പോഴത്തെ വീഡിയോ ഗെയിമല്ല കേട്ടോ പറഞ്ഞത്, എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളും കണ്ടുപിടിച്ച് അവരെ കൂടെ പാടാനോ ആടാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മളെന്താവും, ഒരു കുട്ടിയായി മാറും. കുട്ടികൾക്ക് ടെൻഷൻ ഇല്ലല്ലോ, അപ്പോൾ നമുക്കെന്താവില്ല, ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളെന്ത് ചെയ്യണം, നമുക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുക. അപ്പോൾ പണ്ടൊക്കെ ആകുമ്പോൾ അയൽപക്കത്ത് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോൾ ആവുന്നില്ല, ഇപ്പോൾ വാട്സപ്പിലാണല്ലോ ഫ്രണ്ട്സ് ഉള്ളത്. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് വേണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വൈഡ് റേഞ്ചായിട്ട് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്താൽ നമുക്ക് നമ്മളെ സ്വകാര്യതകളും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, വിഷമങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, പരിഹാരങ്ങൾ നേടാം. അതേപോലെ നിങ്ങളുടേതായിട്ട് ലോകം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒത്തുകൂടുക, അല്ലെങ്കിൽ ടൂറ് പോകാൻ പറ്റിയ ടൂറ് പോവുക. അങ്ങനെ എല്ലാം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മളിതൊക്കെ കേൾക്കാൻ ഒരാളുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അധികം ടെൻഷൻ ഫ്രീ ആയില്ലേ. നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആവും അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ തീർന്ന് പിന്നെ ഒരു ഉച്ച വരെയൊക്കെയുള്ള ജോലികളൊക്കെ തീർത്ത് വെറുതെ ഇരിക്കുന്നവരുണ്ടാവും അല്ലേ. പിന്നത്തെ ജോലി എന്താ, മൊബൈൽ ഓപ്പൺ ആക്കിയിട്ട് റീൽസും ഷോർട്സും കാണുക. ഇങ്ങനത്തെ ഒക്കെ ഓരോ അധികം പേരുടെ ഒരു രീതി അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കണു. വീട്ടിൽ ഇങ്ങനെ മലർന്ന് കിടന്നുകൊണ്ട് മൊബൈലും കണ്ട് ഇങ്ങനെ ഇരിക്കാം. അതൊരു ശീലമാക്കിയിരിക്കണം. ഇപ്പം അധികം വീടുകളിലെയും സ്ത്രീകൾ ഒരുവിധമൊക്കെ എല്ലാവരുടെയും പടി അതാണ്. എന്താ, വീട്ടുജോലികളെ വേഗം തീർക്കുക, കുട്ടികളെ സ്കൂൾക്ക് പോയി വീട്ടുജോലികളെ വേഗം തീർക്കുക. പിന്നെന്താ, റൂമിൽ കണ്ട് കയറുക, വാതിലെടുക്കുക, മൊബൈലിൽ ഇരുന്ന് ഉള്ള യൂട്യൂബിലുള്ളതും ഇൻസ്റ്റാഗ്രാമിലുള്ളതും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയസിലുള്ള വീഡിയോസും കാര്യങ്ങളും, അല്ലെങ്കിൽ വാട്സപ്പിൽ വർത്തമാനം, ഇങ്ങനെ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കെന്താ, അതൊക്കെ ഒരു ലിമിറ്റ് വരെ ഓക്കെ. നമ്മൾ സ്ക്രീനിൻ്റെ ഉപയോഗം ഒക്കെ ഒരു ലിമിറ്റ് വരെ നല്ലതാണ്. ലിമിറ്റ് വിട്ടുപോയാൽ അതും നമുക്ക് അപകടമാണ്. നമ്മളെ കേൾവിക്കും കാഴ്ചക്കും നമ്മളെ ചർമ്മത്തിനൊക്കെ അത് ബാധിക്കട്ടെ. ഈ സ്ക്രീൻ ഇങ്ങനെ ഓവറായി യൂസ് ചെയ്താൽ
പിന്നെന്താ നമ്മൾ ചുമ്മാ അങ്ങനെ മസിൽ പിടിച്ച് നടക്കരുത് കേട്ടോ. ഞാൻ വലിയ ആളാണ്, എന്നെ എല്ലാം റെസ്പെക്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചിരിക്കാവനൊക്കെ മടി കാണിച്ചുകൊണ്ട് ഇങ്ങനെ മസിലും പിടിച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. എല്ലാവരും കാണുമ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിയൊക്കെ കൈമാറി നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് എല്ലാവരും നമ്മളോട് അതേപോലെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സൊന്ന് ഫ്രീ ആയി കിട്ടും കേട്ടോ. അപ്പോൾ മാനസിക ഈ സംഘർഷമൊക്കെ ഉണ്ടല്ലോ, ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം, അതൊക്കെ കുറേ കണ്ടുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ 3 പോയിന്റ്സ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. ഫുഡിൽ നല്ലവണ്ണം കൺട്രോൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, ഫുഡിൻ്റെ കാര്യത്തിൽ നല്ലവണ്ണം കൺട്രോൾ വേണം കേട്ടോ. നമുക്ക് എല്ലതും കഴിക്കാം, എല്ലതും ബേക്കറി ആയാലും ഷുഗർ ആയാലും ഐസ്ക്രീം ആയാലും ചോറായാലും അരി ഭക്ഷണമൊക്കെ കഴിക്കണം. പക്ഷെ കുറച്ച് കഴിക്കുക, അളവിൽ വളരെ ചുരുക്കിയിട്ട് കഴിക്കട്ടെ. നമുക്ക് മരിക്കോളം നമുക്ക് എല്ലതും കഴിക്കാൻ പറ്റും. അല്ലാഞ്ഞാൽ എന്താ കഴിക്കാൻ ഈ ഒരുപാട് വാരി വലിച്ച് കഴിച്ചുള്ള പ്രശ്നം എന്താ, നമുക്ക് ഇടയ്ക്ക് ഡയറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പല ഇഷ്ടമുള്ള ഫുഡുകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടൊരു വലിയ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഫുഡിൽ മാക്സിമം കൺട്രോൾ ചെയ്യാം. പിന്നെ എന്താ ചെയ്യുക, എക്സസൈസ് എങ്ങനെയെങ്കിലും മിനിമം ഒരു 20 മിനിറ്റ് ഡെയിലി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. 3-മത്തെ ടെൻഷൻ ഫ്രീ, ടെൻഷൻ ഒഴിവാക്കുക. നമ്മളുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, ഒരു കുട്ടിത്തം എപ്പോഴും നമ്മളെ ഉള്ളിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയാവും. ആ കുട്ടിയാവുന്ന സമയത്ത് കുട്ടികൾക്ക് ടെൻഷൻ ഇല്ലാന്നല്ലേ, അപ്പോൾ നമ്മളെ ടെൻഷനും അതേപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതായി മാറും കേട്ടോ. അല്ലാതെ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ മസിൽ പിടിച്ച് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തോന്നിയുള്ള ജീവിതമായാലും എന്ത് ചെയ്യാൻ, നമ്മൾ തോന്നിയുള്ള ഫുഡ് കഴിച്ചാൽ വയറ് ചാട്ടും, ഇവിടെയൊക്കെ ഒന്ന് തൂങ്ങൂലേ, ഇവിടെ ഈ ഡബിൾ ചിൻ്റൊക്കെ വന്നിട്ട് കവിളൊക്കെ തൂങ്ങി കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു പെട്ടെന്ന് നമുക്ക് പ്രായം തോന്നി കേട്ടോ. ഒരു 30-40 ഇയർ ആകുന്ന സമയത്ത് തന്നെ നമുക്കൊരു 50 ഇയറിൻ്റെ ഒക്കെ ഒരു പ്രായം തോന്നിക്കൽ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്നും മരിക്കോളം എന്ത് ചെയ്യുക, ഏതായാലും നമ്മൾ മരിക്കും അല്ലേ, പഠിച്ചവൻ അങ്ങനെ ഒരു മനുഷ്യർക്ക് തന്നിട്ടുള്ള അങ്ങനെ ഏതായാലും മരിക്കും. അപ്പോൾ ആ മരിക്കോളം നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യട്ടെ. നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ പഠിച്ചവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒരു ബോധമാണ് നമുക്ക് മനസ്സിലിട്ട. അല്ല പഠിച്ചത് എന്ന ജീവിതമല്ല, അത് എടുക്കുന്ന സമയത്ത് എടുത്തോളം എന്നുള്ള ആ ചിന്താഗതിയൊക്കെ ഒഴിവാക്കണം കേട്ടോ. കാരണം ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ആരോഗ്യം ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് എല്ലാവരും തടിയും കൂടുന്നത്, ചുമ്മാ തടി കൂടുന്നില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു പച്ചവെള്ളം കുടിച്ച് തടി വെക്കും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പച്ചവെള്ളം കുടിച്ച് തടി വെക്കണത് എങ്ങനെ അറിയാം, ഇതിന് മുമ്പ് ഒരുപാട് തിന്ന് ആ വയറിങ്ങോട്ട് വീർത്ത് എന്താ പറയുക, ആ ഫുഡിൻ്റെ ഒരു പോർഷൻ ചെല്ലുന്ന ആ സഞ്ചി ഉണ്ടല്ലോ അതുകൊണ്ട് വീർത്തിക്കണ്. അപ്പം പിന്നെ അതിലേക്ക് ഭക്ഷണം ചെല്ലി തന്നെ വേണ്ടി വരും. അപ്പോൾ ആ ആൾ ഓൾറെഡി ആ ശരീരത്തിൽ എന്തായിട്ടുണ്ടാവും, കൊഴുപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഓൾറെഡി തടി വെച്ചിട്ടുണ്ടാവും. ഇനി ആൾ എന്ത് കഴിച്ചാലും തടി കൂടുതലല്ലാതെ കുറയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും തടി കുറക്കാൻ. നല്ല മനസ്സ് കുറച്ച് ഇറങ്ങി തിരിക്കുന്നു വേണ്ടി വരും ആ തടി ഒന്നുകൊണ്ട് കുറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം കൺട്രോൾ ചെയ്ത് കുറച്ച് ഭക്ഷണം കഴിക്കുക, മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷനൊക്കെ കൊണ്ട് ഒഴിവാക്കുക, ശരീരത്തിൽ മനസ്സിൽ നിന്നിട്ടാണ് ഒക്കെ വരുന്നോർത്ത് വെച്ച് കാണാം. നമ്മൾ ചിന്തിച്ച് കൂട്ടി ഒരുപാട് ടെൻഷൻ അയച്ചിട്ട് ആ ടെൻഷൻ നമ്മൾ വിചാരിച്ച മാതിരി നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ പോകണമെന്നുണ്ടോ, ഇല്ല. അത് പഠിച്ചവൻ അള്ളാൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ്. അത് പഠിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതിനെന്താന്നുള്ളത്. ആ വൈക്കൺ പോകും. അല്ല നമ്മൾ കുറേ ആലോചിച്ച് കൂട്ടി ടെൻഷനായിട്ടൊന്നും അതിന് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒന്നും വരാതിരിക്കാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, നല്ല മാത്രം ചിന്തിക്കുക, നല്ലതുപോലെ ജീവിക്കുക. മരിക്കോളം നല്ല ആരോഗ്യത്തോടും നല്ല ഉഷാറോടും ഉന്മേഷത്തോടും കൂടി ജീവിക്കുക. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങളിതൊക്കെ കേട്ടതിന് ശേഷം കേൾക്കുമ്പോൾ അങ്ങനെ ആ കേൾക്കേണ്ടതിൻ്റെ ഓരോ വരികൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനൊക്കെ വരും മനസ്സിന്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം തോന്നും. ജസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞാൽ തോന്നും ഇതൊന്നും നമുക്ക് ശരിയാവില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾ അറിയാം അതൊന്നും നമുക്ക് ശരിയാവില്ല, നമുക്കിതൊക്കെ ഇങ്ങനെ കഴിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനല്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് പണിയല്ലേ, അങ്ങനെയുള്ള ആ ചിന്തകളൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൈൻഡ് സെറ്റാക്കി വെക്കണം. നല്ല പലതിനോട് നമ്മൾ ഗുഡ് ബൈ പറയേണ്ടി വരും അല്ലേ. നല്ല മനക്കെട്ടി വേണം. നമ്മൾ പുതിയ തീരുമാനം എടുക്കുമ്പോൾ നല്ല ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു മനക്കെട്ടി വേണം കേട്ടോ. നമുക്ക് എന്താ ചെയ്യുക, എന്നും നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് ജീവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ ബൈ.